കാസർഗോഡ് ബേക്കൽ സ്കൂൾ ഗ്രൗണ്ടിൽ അതിക്രമിച്ച് കയറിയെന്നാരോപിച്ച് യുവാക്കളെ പോലീസ് മർദ്ദിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. യുവാക്കളെ പ്രൊബോഷൻ SI ബൂട്ടിട്ട് ചവിട്ട് ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തീർച്ചയായും സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അനുവാദമില്ലാതെ കയറി വാഹനം ഓടിച്ചു കാർ റേസിംഗ് നടത്തി എന്നതായിരുന്നു ഈ സംഘത്തിനെതിരെയുള്ള പ്രധാന പരാതി. എന്നാൽ തങ്ങൾ ഈ ഫുട്ബോൾ കാലത്ത് റൊണാൾഡോയുടെ ആരാധകരുടെ ഒരു സംഗമം ഫാൻസിൻ്റെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയുടെ കൂടെ ഭാഗമായാണ് ഈ കാർ റേസിംഗ് നടത്തിയത്, ഈ കാർ റാലി നടത്തിയത്. അതിൻ്റെ ഭാഗമായാണ് പൂച്ചക്കാട് അതിൻ്റെ സമാപന പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകും വഴിയെ മാത്രമാണ് വാഹനം തിരിക്കാനാണ് ഈ കൃത്യമായി ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാതെ വാഹനം തിരിക്കാനാണ് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനം കയറ്റിയത്. തങ്ങൾക്ക് ആ തെറ്റ് പറ്റിയ സമയത്ത് തന്നെ പ്രധാനാധ്യാപകയോട് കാര്യം പറയുകയും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സമയത്താണ് ഒരു സംഘം ഗേറ്റ് അടയ്ക്കുകയും പോലീസിനെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്നാണ് പോലീസിനോട് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചെങ്കിലും പോലീസ് മുൻവിധിയോടെ ഈ സംഘത്തെ, ഈ ചെറുപ്പക്കാരെ സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യത്തെ വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലാണ് പെരുമാറിയതെന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് 3 പേർ ഇപ്പോൾ അറസ്റ്റിലാണ്, റിമാൻഡിലാണ്. നിലവിൽ 20 പേരുടെ പേരിലായിരുന്നു ആദ്യഘട്ടത്തിൽ പരാതി അല്ലെങ്കിൽ കേസെടുത്തത്. പിന്നീട് അത് 3ലേക്ക് ചുരുങ്ങുന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും നാദാപുരം സ്വദേശികളായ ആളുകളുടെ ഒരു സംഘമായിരുന്നു ഈ റാലിക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ തലശ്ശേരിയുള്ള ഒരു യുവാവും അതുപോലെ തന്നെ കാസർഗോഡുള്ള 2 യുവാക്കളുമാണ് ഇപ്പോൾ പോലീസിൻ്റെ അറസ്റ്റിൽ, റിമാൻഡിൽ കഴിയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് വലിയ വിമർശനമുണ്ടായ ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് പ്രൊബോഷൻ SI ആയിട്ടുള്ള അദ്ദേഹം ഈ യുവാവിനെ ബൂട്ട് ഇട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും വലിയ വിമർശനം ഇടയാക്കിയിട്ടുണ്ട്. പോലീസ് ഇത്തരത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ കൂടി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ വിമർശനം ഇത് സംബന്ധിച്ച് പുറത്തു വന്നു കഴിഞ്ഞു. എന്തായാലും ഇത് സംബന്ധിച്ച് പരാതി ഉൾപ്പെടെ നൽകും എന്നാണ് ഈ യുവാവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഒരു സതുദ്ദേശപരമായ കാര്യത്തിന് ഒരു യാത്ര സംഘടിപ്പിക്കുകയും അതിൻ്റെ അനുബന്ധ പരിപാടികൾ നടത്തുകയും ചെയ്ത തങ്ങളെ അത് ബോധ്യപ്പെടാതെ ഇത്തരത്തിൽ ഏകപക്ഷീയമായി ആക്രമിക്കുന്ന സ്ഥിതിയായി ഉണ്ടായത് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കും എന്നാണ് ഈ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടായ്മ പറയുന്നത്, യുവാക്കളുടെ കൂട്ടായ്മ ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വലിയ ആക്ഷേപം ഈ ഘട്ടത്തിൽ ഉയർന്നു കഴിഞ്ഞു.